PV അൻവറിനെ ഒപ്പം നിർത്തണമെന്ന് മുസ്ലിം ലീഗിൽ പൊതുവികാരം. എന്നാൽ UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ കടുത്ത എതിർപ്പാണ് ഇതിന് തടസ്സമാകുന്നത്. അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച 27-ന് ചേരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചർച്ച ചെയ്യും. അൻവർ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് അവിടെ നിലമ്പൂരിൽ. അൻവർ ഡിസൈഡിങ് ഫാക്ടറാണ്. അത് ആർക്കാണ് ഡിസൈഡിങ് ഫാക്ടറായി മാറിയത് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, PV അൻവറിനൊപ്പം നിർത്തണമെന്ന് മുസ്ലിം ലീഗിൽ പൊതുവികാരമുണ്ട്. എന്നാൽ UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ കടുത്ത എതിർപ്പാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. ഈ കോൺഗ്രസിലേക്കുള്ള വാതിൽ അടഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരാമർശങ്ങൾ അടക്കം വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ കടുത്ത എതിർപ്പ് ഇതിന് തടസ്സമാകുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? വൃന്ദ, ഗുഡ് മോർണിംഗ്. എന്തായാലും PV അൻവർ ഇനി UDFനൊപ്പം ചേരുമോ എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയാവുന്ന ഒരു വിഷയം. വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. കാരണം PV അൻവർ നിലമ്പൂരിൽ 20,000-ഓളം വോട്ട് നേടി അദ്ദേഹത്തിന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ PV അൻവറിനെ ഒപ്പം കൂട്ടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്യുമെന്നൊരു അഭിപ്രായമാണ്, പൊതുവികാരമാണ് മുസ്ലിം ലീഗിനകത്തുള്ളത്. അതേസമയം PV അൻവർ വാക്കുകൾക്കൊരു വ്യവസ്ഥയില്ലാതെ പെരുമാറുന്നത് കൊണ്ട് തന്നെ അൻവറിനെ ഒപ്പം കൂട്ടേണ്ടതില്ല, നിലവിലെ തീരുമാനം തുടരുകയാണ് ഏറ്റവും നല്ലത് എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായിട്ടുള്ള VD സതീശൻ. ഈ PV അൻവറിനെ ഒപ്പം കൂട്ടിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ഉൾപ്പെടെ ഈ മലബാർ മേഖലയിൽ PV അൻവറിന് സ്വാധീനമുള്ളത് മലപ്പുറത്തും കോഴിക്കോടിൻ്റെ മലയോര മേഖലയിലും ഒക്കെയാണ്. അതുകൊണ്ട് അത്തരമിടങ്ങളിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് ഭരണം പിടിക്കാൻ കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളതാണ് പൊതുവെ മുസ്ലിം ലീഗ് നേതൃത്വം UDF നേതൃത്വത്തെ ധരിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് MK മുനീറും PK കുഞ്ഞാലിക്കുട്ടിയും പോലുള്ള ഉന്നത നേതൃത്വം. അതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗവും PV അൻവറിനെ ഒപ്പം നിർത്തണമെന്ന ഒരു ആശയക്കാരാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും K സുധാകരനും പോലുള്ള നേതാക്കൾ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും ഒരു പരിധിവരെ ആ ഒരു നിലപാട് തന്നെയാണ് ഉള്ളത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്ത കടുത്ത നിലപാട് ഈ നിലമ്പൂരിൽ ഗുണം ചെയ്തു എന്ന പൊതുവികാരം കോൺഗ്രസിനകത്ത് ഉണ്ട്, UDF അണികളിലുമുണ്ട്, മുസ്ലിം ലീഗ് അണികളിലടക്കം അങ്ങനെ ഒരു വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രീതിയിലാണ് അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോൾ വാദങ്ങൾ ഉയരുന്നത്. ഒന്ന്, അൻവറിനെ കൂട്ടി മുന്നോട്ട് പോവുക എന്നുള്ളത്, അൻവറിനെ ഒപ്പം നിർത്തി മുന്നോട്ട് പോവുക, UDFന്റെ ഒരു അസോസിയേറ്റഡ് അംഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈകോർക്കുക, അത് ഗുണം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് ഈ ബേപ്പൂരോ അല്ലെങ്കിൽ തിരുവമ്പാടിയോ സീറ്റ് നൽകിക്കൊണ്ട് അവിടെ ഒരു ശക്തമായ പോരാട്ടം നടത്തുക. തിരുവമ്പാടി UDFന് ജയസാധ്യതയുള്ള നിലവിൽ LDFന്റെ പക്കലുള്ള മണ്ഡലമാണ്. ബേപ്പൂർ ആണെങ്കിൽ ഒരു ശക്തമായ പോരാട്ടം നടത്താൻ കെൽപ്പുള്ള ഒരു മണ്ഡലമാണ്. മന്ത്രി PM മുഹമ്മദ് റിയാസ് അവിടെ ശക്തമായി ഇടപെടുന്നുണ്ടെങ്കിൽ കൂടിയും അത് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിന് നേരിട്ട് മറുപടി നൽകാൻ പറ്റിയ ഒരു മണ്ഡലമാണ് ബേപ്പൂർ എന്ന് പൊതുവെ UDF വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് അൻവറിനെ അവിടെ ഒരു UDFന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു സ്ഥാനാർത്ഥിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് RMPI നിലവിൽ UDFന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നത് പോലെ, UDFന്റെ അംഗമല്ലാത്തതുപോലെ തൃണമൂൽ കോൺഗ്രസിന് UDFനെ പുറത്തുനിന്ന് പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് UDFൽ പൊതുവായി ഉയരുന്ന വികാരം. 27-ന് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നുണ്ട്. അതിൽ ഈ വിഷയം ചർച്ച ചെയ്യും. അതിൽ എന്താണോ തീരുമാനമാകുന്നത് അതിനനുസൃതമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും കൈക്കൊള്ളുക. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആ ഒരു നിലപാടിന് വലിയൊരു പിന്തുണ പ്രവർത്തകർക്കിടയിൽ നിന്നും മറ്റു നേതാക്കൾക്കിടയിൽ നിന്നും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൻ്റെ ഒരു കാരണം PV അൻവറിനെ കൂട്ടാതെ തന്നെ നിലമ്പൂരിൽ UDFന് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പിടിക്കാൻ സാധിച്ചു, അത്രയധികം വോട്ടുകൾ നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് PV അൻവറിനെ കൂട്ടിക്കഴിഞ്ഞാൽ നേരത്തെ PC ജോർജിനെ ഒപ്പം നിർത്തിയതുപോലെ തലവേദനയാകുമോ എന്നൊരു ആശങ്ക കൂടി UDF നേതാക്കളിലും അണികളിലുമുണ്ട്. അത്തരമൊരു സാഹചര്യമില്ലെങ്കിൽ, അതായത് അൻവർ വാപൂട്ടി കൃത്യമായ രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിമർശനങ്ങൾ മുന്നണി യോഗത്തിൽ മാത്രം ഉന്നയിക്കുന്ന ഒരു സമീപനമുണ്ടായാൽ
അൻവറിന് ഒപ്പം കൂട്ടും. അതല്ല അൻവർ ഈ തരാതരം പോലെ നിലപാട് മാറ്റുന്ന സമീപനം തുടർന്നാൽ അൻവർ പടിക്ക് പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എങ്കിൽ കൂടിയും അൻവറിന് ഒപ്പം നിർത്തണമെന്നൊരു പൊതുവികാരം ലീഗിനകത്തുണ്ട്. അത് ലീഗിന്റെ താല്പര്യം അൻവറിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ UDF-ന് മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടിന്റെ മലയോര മേഖലയിലും ഒക്കെ കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ അത് സഹായകമാകും എന്ന വിലയിരുത്തലാണ് ലീഗ് ഇപ്പോൾ അൻവറിനെ ഒപ്പം നിർത്തണമെന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാന ഘടകം. അത് ഏത് രീതിയിലായിരിക്കുമെന്ന് വരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും അത് കഴിഞ്ഞുള്ള UDF യോഗവും കഴിഞ്ഞാലാണ് കൃത്യമായൊരു വ്യക്തത ഇതിൽ ഉണ്ടാവുക. വൃന്ദ, തീർച്ചയായും. റിയാസ് KM ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.